ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയും ഉന്മൂലനം ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ബി.ജെ.പി. നേതൃത്വം അതിശക്തമായി കെജ്രിവാളിൻ്റെ സാന്നിധ്യത്തെ ഭയക്കുന്നു. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കണമെങ്കിൽ കെജ്രിവാളിനെ കൃത്യമായും അദ്ദേഹത്തിനെ ബോധപൂർവം രാഷ്ട്രീയത്തിൽ നിന്നും നീക്കേണ്ടതായി ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുനിത കെജ്രിവാൾ ഇതിനോടകം തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരോടും, അതുമാത്രമല്ല രാജ്യമെമ്പാടും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അദ്ദേഹം ദിവസം എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് തനിക്കറിയാം. ആ ഇൻസുലിൻ്റെ അളവും അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒന്നും തിഹാർ ജയിലിൽ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം. അതുമാത്രമല്ല, കൃത്യമായി കെജ്രിവാളിനെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം എങ്ങനെയും അവിടെ ജയിലിൽ കിടന്ന് നരയിക്കാൻ അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇത്രയും നാളായി നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ബി.ജെ.പി. കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നീക്കുന്നത്. ബി.ജെ.പിയുടെ ഈ അജണ്ടകളാണ് ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. കെജ്രിവാളിനെ ഭയക്കുകയാണ്. കെജ്രിവാൾ ഓരോ ദിവസവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഓളം ബി.ജെ.പിക്ക് സഹിക്കുന്നില്ല. ബി.ജെ.പിക്ക് അറിയാം, ഡൽഹിയിൽ ഇനി അധികാരത്തിലേക്ക് വരണമെങ്കിൽ കെജ്രിവാളിൻ്റെ സാന്നിധ്യം വളരെ പ്രയാസമേറിയതാണ്. കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഡൽഹിയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതും അവർക്ക് നന്നായി അറിയാം. അതിനർത്ഥം കെജ്രിവാളിൻ്റെ സാന്നിധ്യം ഇനി എങ്ങനെ ഒഴിവാക്കാം എന്നാണ് അവർ ബോധപൂർവം ഗവേഷണം നടത്തുന്നത്. അതിന് കൃത്യമായി അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കൊടുക്കുക, അദ്ദേഹത്തിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാ തരത്തിലും അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കാൻ വേണ്ട തെളിവുകൾ സംഘടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അവർ വ്യാപൃതമാകുന്നത്. അവർക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ചേരിയിൽ നിന്നും ആരെങ്കിലും സ്വരം ഉയർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നിശബ്ദമാക്കാൻ ഒക്കെ ശ്രമിക്കേണ്ടത്, അതൊക്കെയാണ് ഇപ്പോൾ ബി.ജെ.പി. ചെയ്തു വരുന്നതെന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കെജ്രിവാളിനെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി.ജെ.പി. നാൾക്ക് നാളായി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും സുനിത കെജ്രിവാൾ കൃത്യമായി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. കെജ്രിവാൾ ഒരു പ്രമേയ രോഗി മാത്രമല്ല, അദ്ദേഹത്തിന് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും തന്നെ ഇവർക്കാർക്കും അറിയണ്ട. അത് ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ആ കാര്യത്തിൽ വ്യാകുലതയുണ്ട്. തങ്ങളുടെ ജനപ്രിയനായ മുഖ്യമന്ത്രിയെ അങ്ങനെ ഇങ്ങനെയൊന്നും അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഐതിഹാസികമായ സമരം തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിന് കോൺഗ്രസിനോട് നന്ദിയുണ്ടെന്നും തീർത്താ തീരാത്ത കടപ്പാടുണ്ടെന്നും ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളിനെ അവരോധിച്ചതിൽ ജനങ്ങളെപ്പോലെ തന്നെ ആ കാര്യത്തിൽ കോൺഗ്രസിനും വലിയ രീതിയിൽ പങ്കുണ്ട്. കാരണം ആദ്യമായി കെജ്രിവാൾ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് പിന്തുണയോടു കൂടിയാണ്. അതൊരു കാലത്തും മറക്കാൻ കഴിയില്ല എന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞു. കോൺഗ്രസിനെ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ തങ്ങൾ തയ്യാറല്ല. കോൺഗ്രസും ആം ആദ്മിയും ചേർന്നായിരിക്കും ഇനിയുള്ള കാലം ഡൽഹി ഭരിക്കുക എന്നുള്ള ഒരു ഉറപ്പ് കൂടി സുനിത കെജ്രിവാൾ നൽകിയിരിക്കുകയാണ്.